ഹലോ ഗൈസ്, എന്നതാ പരിപാടീസ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്നലെ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബീറ്റാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. നമ്മൾ ഇന്ന് ഇന്നലെ യൂസ് ചെയ്ത സെയിം മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ഇന്ന് കുറച്ചുകൂടെ വലിപ്പത്തിൽ ചെയ്യാനുള്ള വീഡിയോ ആണ് നോക്കുന്നത്. കുറച്ചുകൂടി ഗ്രാൻഡ് ആക്കാൻ വേണ്ടി, കുറച്ചുകൂടെ ഒരു പിന്നെ വേറെന്തോ വലുതെന്തോ വരെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള തോന്നലുണ്ടാകുന്ന തരത്തിലുള്ള ഒരു ബീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഞാൻ ഇതിനകത്ത് മെയിനായിട്ട് ഓർക്കസ്ട്രയിൽ കുറച്ച് പരിപാടികൾ പിടിച്ചിട്ടുണ്ട്. മാരകമായ സംഭവമൊന്നുമില്ല, എങ്കിലും അത്യാവശ്യമുണ്ട്. കുറച്ച് വലിപ്പം തോന്നുന്ന ഒരു സംഭവമാണ് നമ്മൾ പിടിച്ചേക്കുന്നത്. പക്ഷെ എനിക്ക് ആദ്യം ഓർക്കസ്ട്രയിൽ കൊടുക്കുന്നതിന് മുന്നേ എനിക്ക് ഡ്രംസ് കൊടുക്കണമെന്നാണ് എന്റെ മനസ്സിലുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രംസിലോട്ട് പോകാം. ആദ്യം ഹൈ ഹാറ്റ് തന്നെ കൊടുക്കാം. ലെറ്റ്സ് ഗോ. നമ്മുടെ ട്രാക്ക് പോകുന്നത് 85 BPM. അപ്പൊ നമ്മൾ ഹൈ ഹാറ്റ് കൊടുത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ഹൈ ഹാറ്റ് കൊടുത്തത്. ഇനി നമുക്ക് ഇതിന്റെ കൂടെ കുറച്ച് പെർക്കഷൻ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ എടുത്തിട്ട് ഒരു ലൂപ്പാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, പെർക്കഷൻ ലൂപ്പാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് മറ്റേ ഒരു സ്വിങ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ആണ് നമ്മൾ ഇതിനകത്ത് ഈ പറയുന്ന പെർക്കഷൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കിനി നേരെ ഓപ്പൺ ഹൈ ഹാറ്റിലോട്ട് പോകാം. അപ്പൊ നമ്മൾ ഗ്രൂവിനനുസരിച്ചുള്ള ഒരു ഓപ്പൺ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്നെയറിലോട്ട് പോകാം. അപ്പൊ നമ്മൾ സ്നെയർ കൊടുത്തു. സ്നെയറിന്റെ ഇടയിൽ നമ്മൾ കുറച്ച് സ്നെയർ റോൾസ് കൊടുത്തിട്ടുണ്ട്, നൈസായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കൊടുത്ത സ്നെയറിന് ഒരു സ്നെയറും കൂടെ ഇതിന്റെ ലെയർ കൊടുക്കണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സെയിം സാധനം തന്നെ കോപ്പി ചെയ്തിട്ട് ഞാൻ മറ്റൊരു സ്നെയറും കൂടെ ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ 2 സ്നെയർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിക്ക് കൊടുക്കാം. അപ്പൊ നമ്മൾ കിക്കും കൊടുത്തു. അപ്പൊ എനിക്ക് ഇതിന്റെ കൂടെ തന്നെ ഒരു പെർക്കഷൻ കൂടെ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് മനസ്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അഗ്രഷനും കുറച്ച് എന്താണ് വലുതെന്തോ വരാൻ പോകുന്നുണ്ട്, എന്തോ ഒരു സംഭവം ഉണ്ടാവുന്ന ഒരു ഫീൽ തോന്നണം എന്നുള്ളത് കൊണ്ടും എന്താണ് കുറച്ച് കത്തിയുടെ ശബ്ദവും കുറച്ച് പിന്നെ ബ്ലഡ് വീഴുന്ന പോലെ സൗണ്ടൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് തപ്പിപ്പിടിച്ച് ഞാൻ ഒരു പെർക്കഷൻ ലൂപ്പ് ഞാനത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫീൽ കിട്ടാൻ പർട്ടിക്കുലർ അത് തന്നെയാണ് ഇതെന്നുള്ളതൊന്നുമില്ല. പക്ഷെ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് കത്തിയുടെ ഒരു ശബ്ദവും ഒരു ഇങ്ങനെ വെള്ളം വീഴുന്ന പോലെ തന്നെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. മറ്റേ ചോര വീഴുന്ന പോലെയുള്ള രീതിയിൽ നമുക്ക് തോന്നുന്ന സംഭവം. എനിക്ക് അങ്ങനെ ഒരു കണക്ഷൻ എനിക്ക് ആ ലൂപ്പിൽ നിന്ന് എനിക്ക് കിട്ടി. അപ്പോൾ ഞാനത് നേരെ ഇതിനകത്തോട്ട് വലിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്നുള്ളത് കേട്ട് നോക്കാം. ഇനി നമുക്ക് നേരെ A12 പോകാം. നമ്മൾ A12 കൊടുത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് കൊടുത്തത്. നമ്മൾ ഈ പറഞ്ഞതിനകത്ത് ഇപ്പോൾ നമ്മൾ കൂടുതൽ റോൾസ് പരിപാടികൾ നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞത് നമ്മൾ എന്തായാലും ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ചെയ്യുന്നത് എന്തായാലും ഹിപ്ഹോപ്പും ട്രാപ്പും കൂടെ നമ്മൾ ഒരുമിച്ച് ചെയ്തേക്കുന്നതിലുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിൽ നമ്മൾ A12 നമ്മളെ പിന്നെ അതനുസരിച്ചാണ് നമ്മൾ A12 യൂസ് ചെയ്തിട്ടുണ്ട്. ട്രാപ്പിൽ നിന്ന് A12 യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ A12 കൃത്യമായി ഇരുന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കിക്ക് പോലും ഈ പറയുന്ന കുറച്ചൊരു വേറൊരു പിന്നെ ഈ പറയുന്ന ഒരു 2000 കാലഘട്ടങ്ങളിൽ നിൽക്കുന്ന ഒരു കിക്കാണ് നമ്മുടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ പിന്നെ ഈ പറയുന്ന ഒരു പഴയൊരു ഫീലും ആ കിക്കിന് കിട്ടുന്നുണ്ട്. എന്നാലിട്ട് ഒരു പുതിയ A12 കൂടെ കയറി പോകുന്ന ഒരു കിക്കും കൂടാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. മൂവിക്ക് നമുക്കൊരു ബേസ് ലൈൻ ഇതിനകത്ത് കൊടുക്കണം. അപ്പോൾ ബേസ് ലൈൻ കൊടുത്ത് നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മളൊരു സിന്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ബേസ് ലൈൻ നമ്മൾ അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിയിലാണ് ഇട്ടേക്കുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് പ്ലേസിംഗ് ആണോ ഇല്ലെന്ന് മാത്രം നോക്കിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ ബേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒരു ഇൻസ്ട്രുമെന്റിലോട്ട് പോകാം.
അപ്പൊ നമ്മൾ പിയാനോയിൽ നമ്മളൊരു കോഡ്സ് നമ്മൾ വരച്ചിട്ടുണ്ട്. ബേസിന്റെ സെയിം ആയിട്ടുള്ള കോഡ്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ കുറച്ചും കൂടെ അതിനെ ഒരു തിക്നെസ് വരുത്താനുള്ള രീതിയിൽ നമ്മൾ കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് ടൈമിംഗ് കൂടെ നമ്മൾ ഇതിനകത്തോട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ മൂവിങ് ആണ്, നമുക്കൊരു സ്ട്രിങ് കൊടുത്ത് നോക്കാം. അപ്പൊ കഴിഞ്ഞതിന്റെ സെയിം പാറ്റേൺ ഒക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മളൊരു വയലിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാക്കാണ് നമ്മൾ കൊടുത്തേക്കുന്ന വയലിന്. അപ്പോൾ മൂവിങ് ആണ്, നമുക്ക് മെയിൻ മെലഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഉദ്ദേശിച്ച കാര്യം തന്നെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് അഗ്രസീവാണ്. ഇതിനകത്ത് ഒരു കാര്യമായി എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ പറയാനായിട്ട് നമുക്ക് റാപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന പോലെ തോന്നിക്കുന്ന ഒരു ഫീലുള്ള ഒരു കോഡാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ മെലഡി ലേയേഴ്സ് മാത്രമായിട്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം. അപ്പൊ കുറച്ച് ഫില്ലേഴ്സും കുറച്ച് ക്രാഷസും നമുക്കെല്ലാം ഒന്ന് ആഡ് ചെയ്തിട്ട് ഈ ഫുൾ ബീറ്റ് ഒന്ന് സ്ട്രക്ചറും കൂടി ചെയ്തിട്ട് ഫുള്ള് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് കേട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കിടന്ന് ബെല്ലൈക്കൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.